निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम चतुर्थ स्कंदം 22-ാമത്തെ അധ്യായം. പൃഥു മഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ശ്ലോകം 33 മുതൽ 37 വരെ വായിക്കാം. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം പ്രംശിതോ ജ്ഞാനവിജ്ഞാനാത് യേനാവിശതി മുഖ്യതാം. ന കുര്യാത് കർഹിച്ചിത് സംഗം തമസ്തീവ്രം തിതീരിഷു ധർമാർത്ഥകാമമോക്ഷാണം യദത്യന്തവിഘാതകം. തത്രാപി മോക്ഷ ഏവാർത്ഥ ആത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യോർത്ഥോ യതോ നിത്യം കൃതാന്താഭയസംയുതഃ. പരേ വരേ ച യേ ഭാവാ ഗുണാവിധികരാദനോ ന തേഷാം വിദ്യതേ ക്ഷേമം ഈശവിധ്വംസിതാശിഷാം. തത്വം നരേന്ദ്ര ജഗദാമതസ്തുഷാം ച ദേഹേന്ദ്രിയാസു ധിഷണാത്മഭിരാവൃതാനാം യക്ഷേത്രവിത്തപതയാ ഹൃദി വിശ്വഗാവിഃ പ്രത്യക്ഷഗാസ്തി ഭഗവാൻ സ്തമവേഹി സോസ്മി. വിവർത്തനം വായിച്ചോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശിവരാമ പ്രഭുജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ചതുർത്ഥ സ്കന്ധം അധ്യായം 22 ശ്ലോകം 33. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപഹന്നവോ നൃണാം ഭ്രംശ്യതോ ജ്ഞാനവിജ്ഞാനാത് യേനാവിശതി മുഖ്യതാം. വിവർത്തനം ശൈലപ്രഭാതക്കിൽ. എങ്ങനെ പണമുണ്ടാക്കാമെന്നും അതെങ്ങനെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നും മാത്രം നിരന്തരം ചിന്തിക്കുന്ന ആളുകൾ മനുഷ്യ സമൂഹത്തിലെ സകലർക്കും വിനാശമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അറിവും ഭക്തിയുത സേവനവും ഇല്ലാതാകുമ്പോൾ ഒരുവൻ വൃക്ഷങ്ങളും ശിലകളും പോലുള്ള ജീവവർഗങ്ങളിലേക്കു പ്രവേശിക്കുന്നു. ശ്ലോകം 34. നകുര്യാൽ ഗർഹജിൽ സംഘം തമസ്തീവ്രം തിരീരിഷോഹും ധർമാർത്ഥകാമമോക്ഷാണാം യദതി അന്തവിഘാതകം. വിവർത്തനം. അജ്ഞാനാന്ധകാരത്തിന്റെ സമുദ്രം തരണം ചെയ്യണമെന്ന് ഗൗരവമായി ആഗ്രഹിക്കുന്നവർ തമോ ഗുണത്തിലുള്ളവരുമായി സഹകരിക്കുക അരുത്. എന്തുകൊണ്ടെന്നാൽ സുഖവിഷയകമായ കർമ്മങ്ങളാണ് ധാർമ്മിക തത്വങ്ങളുടെ സാക്ഷാത്കാരത്തിനും സാമ്പത്തികാഭിവൃദ്ധിക്കും നിയന്ത്രിതമായ ഇന്ദ്രിയ സംതൃപ്തിക്കും അവസാനം മോചനത്തിനും
ധർമാർത്ഥ കാമമോക്ഷം ഏറ്റവും വലിയ തടസ്സം. ശ്ലോകം 35. തത്രാഭിമോക്ഷയ വാർത്ത ആത്യന്തികതയാ ഈഷതേ ത്രൈവർഗ്യോർത്തോ യതോ നിത്യം കൃതാന്ത അഭയ സംയുധ. വിവർത്തനം. 4 ധാർമ്മിക തത്വങ്ങളിൽ ധർമ്മം, സാമ്പത്തിക അഭിവൃദ്ധി, ഇന്ദ്രിയ സംതൃപ്തി, മോക്ഷം വളരെ ഗൗരവമായി എടുക്കണം. മറ്റു 3 പ്രകൃതിയുടെ കർശന നിയമത്താൽ വിനാശത്തിന് വിഷയമാണ്, മരണത്തിന്. ശ്ലോകം 36. പരേവരേച്ഛയേ ഭാവ ഗുണവതീകരാധനു ന തേഷാം വിദ്യതേ ക്ഷേമമീശാം വിധ്വംസിതാശിഷാം. വിവർത്തനം. ജീവിതത്തിന്റെ വ്യത്യസ്ത ഉന്നത തലങ്ങളെ നമ്മൾ താഴ്ന്ന തലങ്ങളിൽ നിന്ന് വേർതിരിച്ച് അനുഗ്രഹങ്ങളായി കരുതുന്നു. പക്ഷെ അത്തരം വേർതിരിവുകൾ ഭൗതിക ഗുണങ്ങളുടെ പരസ്പര മാറ്റത്തിന്റെ കാര്യത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. വാസ്തവത്തിൽ ജീവിതത്തിന്റെ ഈ അവസ്ഥകൾക്കൊന്നും സ്ഥിരമായ അസ്തിത്വമില്ല. കാരണം പരമ നിയന്താവിനാൽ നശിപ്പിക്കപ്പെടുന്നതാണ് അവയെല്ലാം. ശ്ലോകം 37. ഒരെണ്ണം വായിച്ചില്ലേ പ്രഭു? 36 വായിച്ചില്ലാന്നുണ്ടോ? അല്ല, വായിച്ചു. ശ്ലോകം 37. തത്വം നരേന്ദ്ര ജഗധാമതത്വഷാം ച ദേഹേന്ദ്രിയാ സുതീഷ്ണാത്മവീരാവൃതാനാം യ ക്ഷേത്രവിത്തമോദയാം ഹൃദി വിശ്വഗാവീഹി പ്രത്യക്ഷാ ചഘാസ്തി ഭഗവാം തം അവേഹി സോസ്മിൻ. വിവർത്തനം. സനൽകുമാരൻ രാജാവിനെ ഉപദേശിച്ചു. ആകയാൽ എന്റെ പ്രിയപ്പെട്ട പൃഥു രാജാവെ, ചരാചരങ്ങളായ ഓരോ ശരീരത്തിലും വ്യക്തിഗതാത്മാവിനൊപ്പം എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിലും വസിക്കുന്ന പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വ്യക്തിഗതാത്മാവുകൾ സ്ഥൂലമായ ഭൗതിക ശരീരത്താലും പ്രാണവായുവും ബുദ്ധിയും കൊണ്ട് നിർമ്മിതമായ സൂക്ഷ്മ ശരീരത്താലും പൂർണ്ണമായും മൂടപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ പൃഥു മഹാരാജാവ് സനത്കുമാരന്മാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഭൗതിക ലോകത്തിലെ അപകടകരമായിട്ടുള്ള ഭൗതിക ചിന്തകളിൽ മാത്രം കുടുങ്ങിപ്പോയി വീണ്ടും വീണ്ടും ശരീരങ്ങൾ എടുക്കുന്ന ജീവാത്മാക്കൾക്ക് അവർക്ക് പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള വഴി എന്താണ്, അവർക്കുള്ള ക്ഷേമം എന്താണ്, ക്ഷേമത്തിന്റെ മാർഗം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുത്തരമായിട്ട് സനത്കുമാരൻ പറഞ്ഞത്, പരമപുരുഷനായിട്ടുള്ള ഭഗവാന് രതി ഉണ്ടാകണം, പരമപുരുഷനായിട്ടുള്ള ഭഗവാനോട് ആകർഷണം ഉണ്ടാകണം. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനോട് ആകർഷണം ഉണ്ടാകുന്നതോടുകൂടി ഭൗതികമായിട്ടുള്ള എല്ലാ ആകർഷണങ്ങളും ഇല്ലാതാവുകയും ആ വ്യക്തിക്ക് മോക്ഷം, പരമമായിട്ടുള്ള പദത്തിലേക്ക് എത്താനും സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള വഴികളും സനത്കുമാരൻ പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് പരമപുരുഷനായിട്ടുള്ള ഭഗവാനിലേക്ക് ആകർഷണം ഉണ്ടാകുന്നത്? അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നില്ല. നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ശ്രവിക്കാൻ, ഭഗവാന്റെ ലീലകളെ കുറിച്ച് ശ്രവിക്കുന്നതിന് സനത്കുമാരൻ നിർദ്ദേശം നൽകി. ഭഗവാനെ നിരന്തരമായിട്ട് ഉപാസിക്കുന്നതിന് പറഞ്ഞു. ഭഗവാന്റെ നാമജപം, ഭഗവാന്റെ വിഗ്രഹാരാധന, ഇതെല്ലാം നിരന്തരമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും ഇല്ലാതാവും. അങ്ങനെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പരമപുരുഷനായിട്ടുള്ള ഭഗവാനിലേക്ക് അടുക്കുവാനും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാനും സാധിക്കും. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പരമമായിട്ടുള്ള ക്ഷേമം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അതിന് വിപരീതമായിട്ടുള്ള ചിന്തകൾ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള ചിന്തകൾ ആ ജീവാത്മാവിന്റെ ആത്മീയ ഗുണങ്ങളെ എല്ലാം നശിപ്പിക്കുന്നതാണെന്നും പറഞ്ഞു കൊടുത്തു. ഏതുപോലെ ഒരു വലിയ തടാകത്തിനെ പുല്ലു മൂടിക്കഴിഞ്ഞാൽ
പുല്ലും മറ്റ് ചെടികളും കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ ആ ചെടികൾ ആ തടാകത്തിലുള്ള ജലം മുഴുവൻ വലിച്ചെടുത്ത് വറ്റിച്ചു കളയും. അതുപോലെ മനസ്സിൽ ഭൗതികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് ആത്മീയമായിട്ടുള്ള ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ആ ജീവാത്മാവ് നശിച്ചു പോകുന്നു. ആത്മീയ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നഷ്ടപ്പെട്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും മറന്ന് നശിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇവിടെ പറയുന്നത്. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപത്നവോ നൃണം രക്ഷിതോ ജ്ഞാന വിജ്ഞാന യേന വിശതി മുഖ്യത. അർത്ഥേന്ദ്രിയ അർത്ഥാഭിധ്യാനം, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയും ധനാർജനത്തിനും വേണ്ടിയിട്ടുള്ള ചിന്ത, അങ്ങനെ അത് മാത്രം ചിന്തിച്ചിരിക്കുന്ന മനുഷ്യന്മാർ എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കണം, എന്നിട്ട് ഇവിടെ ഇന്ദ്രിയ തൃപ്തി ചെയ്യണം, സുഖമായിട്ട് ജീവിക്കണം, ഇത് മാത്രമാണ്. ധനം സമ്പാദിച്ചാൽ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ ധനസമ്പാദനം ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഒന്നുകിൽ കടം വാങ്ങിയിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് യാചിച്ചിട്ടോ, മോഷ്ടിച്ചിട്ടോ, മറ്റുള്ളവരെ പറ്റിച്ചിട്ടോ, എങ്ങനെ വേണമെങ്കിലും ധനം സമ്പാദിക്കാം. അങ്ങനെ ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം. ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു ചിന്തയാണ്. ആത്മീയമായിട്ടുള്ള വികാസത്തിന് വലിയ അപകടമാണ് ഇത്തരം ചിന്ത എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ സമൂഹത്തിന് തന്നെ വലിയ ദോഷമാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ സനത് കുമാരൻ പറയുന്നത്. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക, സുഖമായിട്ട് ജീവിക്കുക, ഈ ഒരു ചിന്ത സമൂഹത്തിന് തന്നെ, മനുഷ്യ സംസ്കാരത്തിന് തന്നെ ദോഷകരമാണ് എന്നാണ് പറയുന്നത്, അല്ലെ? ഈ ഒരു ചിന്തയുള്ള വ്യക്തി മറ്റുള്ളവർക്ക് കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കും. പണമില്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അവർക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല, ഈശ്വരന്റെ സംരക്ഷണത്തിൽ, ഭഗവാന്റെ സംരക്ഷണത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അത് അധാർമിക മാർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കാൻ തുടങ്ങും. ആളുകൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തുടങ്ങും. പണം നേടുകയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ എല്ലാവിധ അക്രമങ്ങളും പണത്തിനു വേണ്ടി നടക്കും. സമൂഹത്തിൽ ബന്ധങ്ങളില്ലാതാകും, സമൂഹത്തിന്റെ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെടും. ആ ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ ചിന്ത എത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ധനം നേടാം, അങ്ങനെ സുഖമായിട്ട് സുഖിച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത സമൂഹത്തിന് മൊത്തം നാശമാണ് എന്നാണ് ഇവിടെ സനത് കുമാർ പറയുന്നത്. ആ ചിന്തകളിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യൻ അടുത്ത ജന്മത്തിൽ ബോധം കുറഞ്ഞ ജീവികളായിട്ട് മാറുമെന്നാണ് പറയുന്നത്. വൃക്ഷങ്ങളായിട്ടോ അല്ലെങ്കിൽ പാറകളെ പോലെ അനങ്ങാൻ പറ്റാത്ത ജീവികളായിട്ടോ മാറും എന്നാണ് പറയുന്നത്. ഈശ്വരനെ പൂർണ്ണമായിട്ടും മറന്ന് ധനം സമ്പാദിക്കുകയും അങ്ങനെ ഇന്ദ്രിയ തൃപ്തി ചെയ്യുക, ഇത് മാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വിചാരിക്കുന്ന ആളുകൾ അടുത്ത ജന്മത്തിൽ അവർക്ക് വൃക്ഷങ്ങളായിട്ടോ അല്ലെങ്കിൽ ശിലകൾ പോലെ അനങ്ങാൻ പറ്റാത്ത ജീവികളായിട്ടോ ആണ് അടുത്ത ജന്മം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയ തൃപ്തിക്കും ധനാർജനത്തിനും വേണ്ടി മാത്രമുള്ള ചിന്ത സമൂഹത്തിന്റെ ഇപ്പോഴുള്ള സംസ്കാരത്തെ നശിപ്പിക്കുകയും അടുത്ത ജന്മത്തിൽ അവർക്ക് താഴ്ന്ന തരം അധമാം ഗതി ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. തമോഗുണത്തിൽ മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ജന്മത്തിൽ അധമമായിട്ടുള്ള ഗതിയാണ് ഉണ്ടാകുന്നത്. ജഗന്യ ഗുണവൃത്തിസ്തോ അധോ ഗച്ഛന്തി താമസ എന്ന് പറയുന്നത്. അതുകൊണ്ട് തമോ ഗുണത്തിലുള്ള സംഘം വലിയ അപകടകരമാണ് എന്ന് 34 അടുത്ത ശ്ലോകത്തിൽ സനത് കുമാർ പറഞ്ഞു കൊടുക്കുന്നു. കർഹിച്ചിത് സംഘം തമസ്തീവ്രം തിതീരിഷു ധർമാർത്ഥ കാമമോക്ഷാണം യത് അത്യന്ത വിഘാതകം. തിതീരിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണോ ഈ ഭൗതിക ലോകം കടന്ന് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുള്ളത്, ആർക്കാണോ മോക്ഷം ആഗ്രഹിക്കുന്നത്, ആരാണോ മോക്ഷം ആഗ്രഹിക്കുന്നത്, ആർക്കാണോ ഈ ഭൗതിക ദുരിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരണ്ട എന്ന് താല്പര്യമുള്ളത്, അവർക്ക് തമോ ഗുണത്തിലുള്ളവരുമായിട്ടുള്ള സംഘം വളരെ അപകടകരമാണ് എന്നാണ് സനത് കുമാർ പറയുന്നത്.
നകുര്യാം കർഹിച്ചിത് സംഘം തമസ്തീവ്രം തിതീരിഷു. ഇത് അത്യന്ത വിഘാതകം, വളരെയധികം അപകടമാണ്. ആത്മീയമായിട്ടുള്ള ചിന്തയൊക്കെ നശിച്ചു പോകും. എങ്ങനെയാണെങ്കിൽ തമോ ഗുണത്തിലുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ, സംഘം അവരുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ, അവരെ സഹായിച്ചു കഴിഞ്ഞാൽ, അവരുമായി ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതികൾ മറ്റുള്ളവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ തമോ ഗുണത്തിലുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് എന്താണ് ഇഷ്ടം? അവർക്ക് പാപകരമായിട്ടുള്ള പ്രവൃത്തിയിലാണ് അവർ സന്തോഷിക്കുന്നത്. മറ്റുള്ള ജീവികളെ കൊന്നു തിന്നുക, അല്ലെ, മാംസഭോജനം, അതേപോലെ മദ്യപാനം, ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക, പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം, അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ, അതുമല്ലെങ്കിൽ ഏത് മാർഗത്തിലും ധനം സമ്പാദിക്കുക, അധാർമിക മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുക, ചൂതാട്ടം, ഇങ്ങനെയുള്ള വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കുക. ഇതാണ് തമോ ഗുണത്തിലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മീയമായിട്ടുള്ള സ്വഭാവം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഈശ്വരനിലുള്ള, ഭഗവാനിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കണം, അങ്ങനെ ഇന്ദ്രിയ തൃപ്തി ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് വഴിപിക്കുന്നു പോകും. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിന്റെ പുറത്തു കടക്കാൻ താല്പര്യമുള്ളവർ, ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമുള്ളവർ, മോക്ഷം ആഗ്രഹിക്കുന്നവർ തമോ ഗുണത്തിലുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നത് ഏറ്റവും അപകടകരമാണ് എന്നോടെ സനത്കുമാരൻ പറയും. ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, സംഘം, ഭൗതികമായിട്ടുള്ള സംഘം ദൃഢേന ചിത്വ, നമ്മൾ ശക്തമായിട്ട് അത് ഒഴിവാക്കണം എന്നാണ് ഭഗവാൻ. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വം എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. തമോ ഗുണത്തിലുള്ളവരുമായിട്ടുള്ള സംഘം ഒഴിവാക്കണം എന്ന് പറയും. തത്രാഭിമോക്ഷയവാർത്ത ആത്യന്തികതയെ ഇഷ്യത്തെ ത്രൈവർഗ്യോർത്തോ യഥോ നിത്യം കൃതാന്താഭയ സംഹിത. കാരണം എന്താണ്? മനുഷ്യജന്മത്തിൽ ഏറ്റവും പ്രധാനം ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ മോക്ഷത്തിനാണ് ഏറ്റവും പ്രധാനം, മോക്ഷത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് സനത്കുമാരൻ പറയും. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ മനുഷ്യന് നേടാനുള്ളത് തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് എന്തിനാണ്? മോക്ഷത്തിനാണ്. കാരണം എന്താണ്? ബാക്കിയെല്ലാം താൽക്കാലികമാണ് എന്നാണ് പറയുന്നത്. ബാക്കി മൂന്നും ത്രൈവർഗികം. ധർമ്മമാണെങ്കിലും, ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കാമമാണെങ്കിലും അർത്ഥമാണെങ്കിലും അതൊക്കെ താൽക്കാലികമാണ്. പക്ഷെ മോക്ഷം നേടുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യജന്മത്തിൽ മാത്രമേ മോക്ഷം നേടാൻ സാധിക്കുകയുള്ളൂ. മറ്റു ശരീരങ്ങളിൽ മോക്ഷം നേടാൻ സാധിക്കുന്നില്ല. മറ്റു ശരീരങ്ങളിൽ വീണ്ടും സ്വാഭാവികമായിട്ടും അടുത്ത ശരീരത്തിലേക്ക് പോകണം. ഒരു ശരീരത്തിൽ നിന്നും, ഒരു ഗർഭപാത്രത്തിൽ നിന്നും വേറൊരു ഗർഭപാത്രത്തിലേക്ക് പോകും, അതിൽ നിന്നും വേറൊരു ഗർഭപാത്രത്തിലേക്ക് പോകും. അങ്ങനെ 84 ലക്ഷം ഗർഭപാത്രങ്ങളിലൂടെ കറങ്ങിയാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. ആ മനുഷ്യ ശരീരത്തിൽ വീണ്ടും അടുത്ത ഗർഭപാത്രത്തിലേക്ക് പോകാനല്ല പ്രവർത്തിക്കേണ്ടത്, അടുത്ത ഗർഭപാത്രത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യണം. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. എങ്ങനെയാണ് മോക്ഷം ലഭിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മനുഷ്യജന്മത്തിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലായാൽ മാത്രമേ മോക്ഷം ലഭിക്കുന്നുള്ളൂ. ഭഗവാനെ അറിയാതെ ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കുന്നില്ല. ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മനൈതി മാമേതി സോർജുന. മനുഷ്യ ശരീരത്തിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയവർക്ക് മോക്ഷം ലഭിക്കും, സ്വാഭാവികമായിട്ടും മോക്ഷം ലഭിക്കും. അല്ലാത്തവർക്ക് വീണ്ടും പുനരഭി ജനനം പുനരഭി മരണം, ജാതസ്യ ഗൃഹോ മൃത്യു മൃതം ജന്മ മൃതസ്യ ജാതം. മരിച്ചവർക്ക് ജന്മം, ജനിച്ചവർക്ക് വീണ്ടും മരണം. ഇതാണ് ഗതി എന്ന് പറയും. അപ്പൊ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്തിനാണ്? മുക്തിക്കാണ്. അതുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് മോക്ഷമാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ പരോപകാരം. മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം? അവർക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പരോപകാരം. ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഭഗവാനെ ശരണം പ്രാപിക്കാൻ പ്രേരിപ്പിച്ച് അവർക്ക് മോക്ഷമാർഗം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ രക്ഷയായി. ബാക്കിയെല്ലാം താൽക്കാലികമാണ്, അല്ലെ? നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് കൊണ്ടോ, അന്നം കൊടുത്തത് കൊണ്ടോ, വീട് കൊടുത്തത് കൊണ്ടോ
വസ്ത്രം കൊടുത്തത് കൊണ്ടൊക്കെ അവരുടെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുന്നില്ല. അവരടുത്ത ജന്മത്തിൽ വീണ്ടും ഇത് തന്നെ തുടരണം, വീണ്ടും ഒരു ഗർഭപാത്രത്തിലേക്ക് പോകണം, വീണ്ടും വളർന്നു വരണം, അതിലുള്ള എല്ലാ ക്ലേശങ്ങളും സഹിക്കണം, ജന്മമൃത്യു ജരാവ്യാധി അതിലുണ്ടാവുന്ന എല്ലാ ദുഃഖങ്ങളും സഹിക്കണം, വീണ്ടും വീണ്ടും ഇത് തന്നെ തുടരണം. അതുകൊണ്ട് മനുഷ്യന് മറ്റൊരു വ്യക്തിക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം, പരോപകാരം എന്താണ്? മോക്ഷമാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, ഭഗവാനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് മോക്ഷമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന് ഇവിടെ സനത് കുമാരൻ പറഞ്ഞു കൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ശ്രീലപ്രഭാതർ പറയുന്നത്. എല്ലാവരും ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ശ്രവണം, കീർത്തനം, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. അങ്ങനെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കും. വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിൻ എല്ലാവരും എന്ന് പൂന്താനം പറയും. അങ്ങനെ ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് പോയാൽ മാത്രമേ തിരിച്ചു വരേണ്ടാത്ത അവസ്ഥയുള്ളൂ. ന നിവർത്തന്തേ തദ്ധാമ പരമം അല്ലെ 15ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. ഭാസേതോ സൂര്യോ ന ശശാന്തോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഭഗവാന്റെ ധാമത്തിൽ വൈകുണ്ഠ ലോകത്തിൽ എത്തിയാൽ മാത്രം ജീവാത്മാവിന് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ബാക്കി എവിടെ പോയാലും തിരിച്ചു വരണം. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന. ബ്രഹ്മലോകം മുതൽ പാതാളം വഴി വരെയുള്ള ഏത് ലോകത്തിൽ എത്തിക്കഴിഞ്ഞാലും തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യജന്മം തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ളതാണ്. ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് സനത് കുമാരൻ പറയും. മറ്റുള്ള നേട്ടങ്ങളെല്ലാം മറ്റു ജീവികൾക്ക് പോലും കിട്ടുന്നതാണ്. ഇന്ദ്രിയതൃപ്തിയൊക്കെ എല്ലാ ജീവികൾക്കും കിട്ടുന്നതാണ്. അതിനുവേണ്ടി മനുഷ്യൻ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 36ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമ്മൾ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത് എന്നാണ്. ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടി, എനിക്ക് നല്ല സമ്പത്തുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്, എനിക്ക് നല്ല കുടുംബമുണ്ട്, എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്, ഇതിൽ മാത്രം ഒരു മനുഷ്യൻ തൃപ്തിപ്പെടരുത് എന്നാണ് പറയുന്നത്. കാരണം ഇതെല്ലാം ഏത് നിമിഷം വേണമെങ്കിലും ഇല്ലാതാകാം. അത് വളരെ താൽക്കാലികമാണ് അല്ലെ. കണ്ടുകണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭഗവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തട്ടിലേറ്റി നടക്കുന്നതും ഭഗവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പ് കേട്ടുന്നതും ഭഗവാൻ. ഭഗവാന്റെ നിയന്ത്രണത്തിൽ ഏത് നിമിഷവും ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റമുണ്ടാകാം എന്നാണ് പറയുന്നത്. അതേ കാര്യമാണ് ഇവിടെ സനത് കുമാരനും പറയുന്നത്. ക്ഷേമം ഈശവിധംസിതാശിഷാം. ഈശ്വരന്റെ നിയന്ത്രണത്തിൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ മാറാം അല്ലെ. സാമ്പത്തിക അവസ്ഥ മാറാം, അതേപോലെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറാം. നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ ഭൗതിക സൗകര്യത്തിൽ മാത്രം തൃപ്തരാകരുത്. ആത്മീയമായിട്ടുള്ള ഉയർച്ച നേടണം, ഭഗവാനെ കുറിച്ച് അറിയണം. ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് ആ ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി മുക്തിയിലേക്ക് വരണം എന്നാണ് സനത് കുമാരൻ പറഞ്ഞത്. അതിന് എന്തറിയണം എന്നാണ് പറയുന്നത്? തന്നെക്കുറിച്ചും ഈ ശരീരത്തെക്കുറിച്ചും ഭഗവാനെ കുറിച്ചും അറിയണം എന്നാണ് 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാ ശരീരത്തിലും ജീവാത്മാവും ഉണ്ട്, പരമാത്മാവും ഉണ്ട്. അവരെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണം എന്നാണ് പറയുന്നത്. ക്ഷേത്രവിദ് ഭഗവത്ഗീതയിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ. 2 തരം ക്ഷേത്രജ്ഞനുണ്ട്, അത് അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രജ്ഞൻ ജാവിമാവിധി സർവക്ഷേത്രേഷു ഭാരതം. എല്ലാ ശരീരത്തിലും ഇരിക്കുന്ന ഭഗവാൻ ക്ഷേത്രജ്ഞനാണ്. ജീവാത്മാവും ശരീരത്തെ അറിയുന്ന ക്ഷേത്രജ്ഞനാണ്. ശരീരം ക്ഷേത്രമാണ്. ഇതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞ വ്യക്തിക്ക് മോക്ഷം ലഭിക്കുമെന്ന് ഭഗവാൻ 13ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അതേ കാര്യം ഇവിടെ സനത് കുമാരനും പറയും. എല്ലാ ശരീരത്തിലും ഈശ്വരനായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാനോടൊപ്പം ജീവാത്മാവും ഇരിക്കുന്നുണ്ട്. പക്ഷെ ജീവാത്മാവിനെ ഇവിടെ ഭൗതിക വസ്തുക്കളെ കൊണ്ട് മൂടിയിട്ടുണ്ട് എന്ന് ഇവിടെ എടുത്തു പറയുന്നത്. ഭൗതിക ശരീരം കൊണ്ടും സൂക്ഷ്മ ശരീരം കൊണ്ടും സ്ഥൂല ശരീരം കൊണ്ടും മൂടിയിരിക്കുകയാണ് ജീവാത്മാവ്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ ഭൗതിക ശരീരം. ഇതുകൊണ്ട് മൂടിയിരിക്കുകയാണ് ജീവാത്മാവ്.
പക്ഷെ അതിന്റെ തൊട്ടടുത്ത് അതിനെ നയിക്കുന്നതിന് പരമാത്മാവ് ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഈശ്വരനെയും ആ ജീവനെയും മറന്നുകൊണ്ട് നമ്മൾ ശരീരത്തിന്റെ നിലവാരത്തിൽ മാത്രം പ്രവർത്തിക്കരുത് എന്നാണ് സനത്കുമാരൻ പറയുന്നത്. അപ്പോൾ ഭക്തി ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് മുക്തി കിട്ടുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ സനത്കുമാരൻ വിശദീകരിക്കുന്നുണ്ട്. ഭക്തി ചെയ്യണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. ഭഗവാനോട് ആകർഷണം ഉണ്ടാകണം, അതിനുവേണ്ടി ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അതിലൂടെ എങ്ങനെയാണ് മുക്തി ലഭിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ സനത്കുമാരൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജപിച്ചു. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരവ ഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ